ബംഗ്ലാദേശ് തമസ്കരിക്കപ്പെടുന്ന ഭരണകൂട ഭീകരത. അഷ്റഫ് കീഴുപറമ്പ് കവർ സ്റ്റോറി. ഒരുപക്ഷെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് രണ്ട് കാഴ്ചപ്പാടുകളുള്ള ലോകത്തിലെ ഒരേയൊരു രാജ്യം എന്ന് ബംഗ്ലാദേശിനെ കുറിച്ച് പറയാറുണ്ട്. കാരണം രണ്ട് പക്ഷത്തും ചരിത്ര വസ്തുതകളല്ല ഉള്ളത്, പ്രൊപ്പഗണ്ടകളാണ്. കുറഞ്ഞ കാലത്തെ സൈനിക ഭരണവും അതിലും കുറഞ്ഞ കാലത്തെ ജനാധിപത്യ ഭരണവും മാറ്റി നിർത്തിയാൽ ബംഗ്ലാ രാഷ്ട്രീയം ഒരച്ഛൻ്റെയും മകളുടെയും, മുജീബുർ റഹ്മാൻ്റെയും ഹസീന വാജിദിൻ്റെയും കഥയാണ്. അവർ ഇരുവരും കെട്ടിച്ചമച്ച ചരിത്രമാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരും മീഡിയയും പഠിക്കുന്നത്. മറുവശത്തുള്ളത് പല വസ്തുതകളും മൂടിവെച്ച പാകിസ്ഥാൻ്റെ വക ചരിത്രമാണ്. ഈ വ്യാജ ചരിത്രങ്ങളിൽ നിന്ന് യഥാർത്ഥ ചരിത്രം കണ്ടെത്തുക വളരെ ദുഷ്കരമാണ്. 1971 ആരംഭിക്കുന്നതല്ല ബംഗ്ലാദേശിൻ്റെ ചരിത്രം. ഇന്ത്യ പാക് വിഭജനം നടന്ന് ഏതാനും വർഷങ്ങൾക്കകം തന്നെ അത് ആരംഭിക്കുന്നുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 1949 ജൂൺ 23 അന്നാണ് മുസ്ലിം ലീഗ് നേതാക്കളായ അബ്ദുൽ ഹമീദ് ഭാഷാനി, മുജീബുർ റഹ്മാൻ തുടങ്ങിയവർ പാർട്ടി വിട്ടുപോവുകയും കിഴക്കൻ പാകിസ്ഥാനിൽ ഓൾ പാകിസ്ഥാൻ അവാമി മുസ്ലിം ലീഗ് സ്ഥാപിക്കുകയും ചെയ്തത്. കൃത്യമായ ചില ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് പുതിയ പാർട്ടിയുടെ പേരിൽ നിന്ന് 1953 ഓൾ പാകിസ്ഥാൻ, മുസ്ലിം എന്നീ വാക്കുകൾ അപ്രത്യക്ഷമായി. അങ്ങനെയാണ് അവാമി ലീഗിൻ്റെ ജനനം. പുതുതായി രൂപം കൊണ്ട രാഷ്ട്രീയ പാർട്ടി എന്തുകൊണ്ട് വളരെ വേഗം ജനപ്രീതി നേടിയെന്ന ചോദ്യത്തിന് പാകിസ്ഥാൻ ഭരിച്ചിരുന്ന സൈനിക ഭരണാധികാരി അയ്യൂബ് ഖാനും ഒപ്പമുള്ളവരും നൽകുന്ന മറുപടി ചരിത്ര വസ്തുതകളോട് നീതി ചെയ്യുന്നില്ല. ബംഗാളി ഭാഷാ സംസ്കാര വികാരം ഇളക്കിവിട്ട് പശ്ചിമ പാകിസ്ഥാനെതിരെ പൂർവ്വ പാകിസ്ഥാനിലെ ജനങ്ങളെ സംഘടിപ്പിക്കുകയായിരുന്നു എന്നാണ് അവരുടെ മറുപടി. യഥാർത്ഥ പ്രശ്നം പൂർവ്വ പാകിസ്ഥാൻ നേരിട്ട കടുത്ത അവഗണനയായിരുന്നു. പാകിസ്ഥാനിലെ പട്ടാള ഭരണം നില ഒന്നുകൂടി വഷളാക്കി. ജനങ്ങളുടെ ആവലാതികൾ കേൾക്കുന്നതിന് പകരം ജനകീയ പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്താനായിരുന്നു പട്ടാളത്തിൻ്റെ ശ്രമം. അതാണ് പിന്നീട് 1971 ബംഗ്ലാദേശ് എന്ന ഒരു പുതിയ രാഷ്ട്രത്തിൻ്റെ പിറവിയിലേക്ക് നയിച്ചത്. അതേസമയം അവസരം മുതലെടുത്ത് കിഴക്കൻ പാകിസ്ഥാനെ അടർത്തിയെടുക്കാൻ സകല നിഗൂഢ ശ്രമങ്ങളും മറുപക്ഷം നടത്തിക്കൊണ്ടിരുന്നു. 1969 അഗർത്തല ഗൂഢാലോചന കേസ് അതിലൊന്നാണ്. കിഴക്കൻ പാകിസ്ഥാനിലെ നിരവധി പാക് ജനറൽമാർ അതിൽ പങ്കാളികളായി. ത്രിപുരയിലെ അഗർത്തലയിൽ വെച്ചാണ് ഗൂഢാലോചന നടന്നത് എന്നതിനാലാണ് ആ പേര് വന്നത്. പട്ടാളക്കോടതി വിചാരണ ചെയ്തപ്പോൾ അങ്ങനെയൊരു സംഭവമേ നടന്നിട്ടില്ല എന്നായിരുന്നു മുജീബുർ റഹ്മാൻ്റെ മറുപടി. പക്ഷേ 2011 ഫെബ്രുവരി 22 ബംഗ്ലാദേശ് പാർലമെൻറ്റ് ഡെപ്യൂട്ടി സ്പീക്കറായ ക്യാപ്റ്റൻ ഷൗക്കത്ത് അലി പറഞ്ഞത് ആ നീക്കത്തിൽ താനും പങ്കെടുത്തിരുന്നുവെന്നും കുറ്റപത്രത്തിൽ പറഞ്ഞതെല്ലാം ശരിയാണെന്നും ആയിരുന്നു. മുജീബിൻ്റെ സ്വേച്ഛാധിപത്യം. ബംഗ്ലാദേശ് സ്വതന്ത്ര രാഷ്ട്രമാവുന്നതിന് മുമ്പ് തന്നെ അവാമി ലീഗിൻ്റെ സ്വേച്ഛാധിപത്യ പ്രവണതകൾ തലപൊക്കിയിരുന്നു. തങ്ങളോട് വിയോജിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെയും അവർ വെച്ചു പൊറുപ്പിക്കുമായിരുന്നില്ല. 1969 ഓഗസ്റ്റിലാണ് ജമാഅത്തിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ ജംഇയ്യത്ത് തൊലബ അഥവാ ഛാത്ര ശിബിറിൻ്റെ പൂർവ്വരൂപം. ജംഇയ്യത്ത് തൊലബയുടെ ധാക്ക യൂണിവേഴ്സിറ്റി ഓർഗനൈസറായ മുഹമ്മദ് അബ്ദുൽ മാലിക്കിനെ അവാമി ലീഗുകാർ സംഘം ചേർന്ന് അടിച്ചു കൊലപ്പെടുത്തിയത്. യൂണിവേഴ്സിറ്റിയിൽ മറ്റൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെയും പ്രവർത്തിക്കാൻ അവർ അനുവദിച്ചില്ല. കലാലയ തിരഞ്ഞെടുപ്പുകളിൽ അവരുടെ സ്ഥാനാർത്ഥികൾ മാത്രം ജയിച്ചുകൊണ്ടിരുന്നു. 1971 ആയപ്പോഴേക്കും സംഘർഷം പാരമ്യത്തിലെത്തിക്കഴിഞ്ഞിരുന്നു. ആ വർഷം മാർച്ച് 26 മുതൽ കൊല്ലാവസാനം വരെ പാക് സൈന്യത്തിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരെക്കുറിച്ചാണ് അവാമി ലീഗും അവർക്ക് പഠിക്കുന്ന നമ്മുടെ മീഡിയയും വല്ലാതെ വാചാലരാവുക. മുജീബുർ റഹ്മാൻ സകല ലോകവേദികളിലും പോയി പറഞ്ഞത് പാക് സൈന്യം കൊലപ്പെടുത്തിയവരുടെ എണ്ണം 30 ലക്ഷം വരുമെന്നാണ്. എണ്ണം ഒന്നുകൂടി ഉറപ്പിക്കാൻ മൂപ്പർ തന്നെ ഒരു 11 അംഗ അന്വേഷണ കമ്മീഷനെയും വെച്ചു. 56,743 പേർ മാത്രമാണ് മരിച്ചത് എന്നാണ് അവർ മുജീബിന് സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ടായിരുന്നത്. താൻ താലോലിച്ച് നടന്ന കള്ളം താൻ തന്നെ നിയോഗിച്ച കമ്മീഷൻ പൊളിച്ച് കയ്യിൽ കൊടുത്തപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഈറ ഊഹിക്കാം. വിമോചന സമരത്തിൽ പങ്കെടുത്ത് വധിക്കപ്പെട്ടവരുടെ ബന്ധുക്കളിൽ നിന്ന് നഷ്ടപരിഹാരത്തിന് അപേക്ഷ ക്ഷണിച്ചപ്പോൾ 72,000 അപേക്ഷകളാണ് വന്നത്. അതിൽ നിന്ന് തന്നെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 3/4 ലക്ഷം കവിയില്ല എന്ന് വ്യക്തമാണ്. ഈ കൂട്ടക്കൊലയ്ക്ക് തൊട്ടുമുമ്പ് മറ്റൊരു കൂട്ടക്കൊല നടന്നിട്ടുണ്ട് കിഴക്കൻ പാകിസ്ഥാനിൽ. ഇന്ത്യയിലെ ബീഹാറിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കിഴക്കൻ പാകിസ്ഥാനിൽ കുടിയേറിപ്പാർത്ത ബീഹാരി മുസ്ലിങ്ങളാണ് കൂട്ടക്കൊലയ്ക്ക് ഇരയായത്. കൃത്യമായി പറഞ്ഞാൽ 1971 മാർച്ച് 1 മുതൽ മാർച്ച് 25 വരെ. ഇതിലും കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തിൽ അതിശയോക്തിയുണ്ട്.
60,000 മുതൽ 2 ലക്ഷം വരെയുണ്ട് എണ്ണത്തിലെ പെരുപ്പം. ഏതായാലും 50,000 ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതിലെ മുഴുവൻ പ്രതികളും അവാമി ലീഗുകാരാണ്. പക്ഷേ പാക് ഭരണകൂടം ഇതിനെ വംശഹത്യ എന്ന് വിശേഷിപ്പിക്കുക പോലും ഉണ്ടായില്ല. പാക് ഭരണകൂടത്തിലെ വരേണ്യവർഗം ബീഹാരി മുസ്ലിങ്ങൾക്ക് അത്രയേ വിലയിട്ടു കാണും. ഹസീന തട്ടിപ്പടച്ചുണ്ടാക്കിയിരുന്ന അന്താരാഷ്ട്ര യുദ്ധ കുറ്റകൃത്യ ട്രൈബ്യൂണൽ ഈ വംശീയ ഉന്മൂലനത്തെപ്പറ്റി ഒരക്ഷരം ഉരിയാടിയില്ല. അധികാരമുറപ്പിച്ച ശേഷം മുജീബുർ റഹ്മാൻ ജാതീയ രാഖി ബാഹിനി JRB എന്ന പേരിൽ ഒരു സായുധ സംഘത്തിന് രൂപം നൽകുന്നുണ്ട്. പ്രതിപക്ഷ കക്ഷികളിൽ പ്രവർത്തിക്കുന്നവരെ അക്ഷരാർത്ഥത്തിൽ ഉന്മൂലനം ചെയ്യുക എന്നതല്ലാത്ത മറ്റൊരു ലക്ഷ്യവും അതിനുണ്ടായിരുന്നില്ല. ഗുലാം മുർഷിദ് എന്ന ബംഗ്ലാദേശി പത്രപ്രവർത്തകൻ അതിനെ ഹിറ്റ്ലറിൻ്റെ ഗെസ്റ്റപ്പോയോടാണ് ഉപമിച്ചത്. ബംഗ്ലാദേശ് എ ലെഗസി ഓഫ് ബ്ലഡ് എഴുതിയ ആൻ്റണി മസ്കരാനസ് നാസി തവിട്ടുകുപ്പായക്കാരിൽ നിന്ന് അധികമൊന്നും ഭിന്നമല്ലാത്ത തെമ്മാടിക്കൂട്ടം എന്നും അതിനെ വിശേഷിപ്പിച്ചു. പിന്നെ അതാ വരുന്നു 1975 ജനുവരി 24 സകല രാഷ്ട്രീയ പാർട്ടികളെയും നിരോധിച്ചുകൊണ്ടുള്ള മുജീബിൻ്റെ ഏക പാർട്ടി പ്രഖ്യാപനം. താനൊരു പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേര് ബംഗ്ലാദേശ് കർഷക് ശ്രമിക് അവാമി ലീഗ് എന്നാണ്. ചുരുക്കപ്പേര് ബക്സൽ. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ താൽപ്പര്യമുള്ളവർക്ക് ഇതിൽ ചേരാം. അവാമി ലീഗും ബംഗ്ലാദേശ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നാഷണൽ അവാമി അഥവാ മുസഫർ പാർട്ടിയും ജാതീയ ലീഗുമെല്ലാം അതിൽ ലയിച്ചു. പക്ഷേ അതിന് അല്പായുസേ ഉണ്ടായിരുന്നുള്ളൂ. പ്രതിപക്ഷത്തെ ഉന്മൂലനം ചെയ്തതിലുള്ള പ്രതിഷേധം കൊണ്ടാണെന്ന് പറയപ്പെടുന്നു അതേ വർഷം ഓഗസ്റ്റ് 15 മുജീബുർ റഹ്മാൻ്റെ വീട്ടിലെത്തിയ ഒരു സംഘം യുവസൈനികർ അദ്ദേഹത്തെയും കുടുംബത്തെയും കൂട്ടക്കൊല ചെയ്തു. പിതാവിൻ്റെ വഴിയെ മകളും. മുജീബുർ റഹ്മാനും മറ്റ് കുടുംബാംഗങ്ങളും വധിക്കപ്പെടുമ്പോൾ ഹസീന ലണ്ടനിലായിരുന്നു. പിന്നെ ബംഗ്ലാദേശിൽ തിരിച്ചെത്തുന്നത് 1980കളുടെ തുടക്കത്തിലാണ്. 1981 ഫെബ്രുവരിയിൽ അവാമി ലീഗിൻ്റെ സാരഥിയായി ഹസീന തിരഞ്ഞെടുക്കപ്പെട്ടു. BNP, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ പാർട്ടികളുമായി ചേർന്ന് ജനറൽ മുഹമ്മദ് ഹുസൈൻ ഇർഷാദിൻ്റെ പട്ടാള ഭരണത്തിനെതിരെ പടനയിക്കുന്ന ഹസീനയെയാണ് പിന്നീട് കണ്ടത്. 1990 ജനറൽ ഇർഷാദ് രാജിവെച്ചൊഴിയാൻ നിർബന്ധിതനായി. പിന്നെയാണ് BNP നേതാവ് ഖാലിദാസിയുമായി ഹസീന കൊമ്പ് കോർക്കുന്നത്. അത് കേവലം രാഷ്ട്രീയ ഭിന്നാഭിപ്രായങ്ങളുടെ പേരിൽ ഉടലെടുത്തതല്ലെന്ന് ഏറെ കഴിയും മുമ്പ് തന്നെ വ്യക്തമായി. പിതാവിനെ പോലെ ഹസീനയ്ക്കും മറ്റ് കക്ഷികളെ വെച്ചുപൊറുപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. ബംഗ്ലാ രാഷ്ട്രീയത്തിൽ കാലുറപ്പിക്കും വരെ അവരുമായി അനുനയത്തിൽ നിന്നു എന്നേയുള്ളൂ. 1996 ഹസീന തെരഞ്ഞെടുപ്പിൽ ജയിച്ച് പ്രധാനമന്ത്രിയായെങ്കിലും 5 വർഷം കഴിഞ്ഞ് BNP ജമാഅത്ത് സഖ്യം അവരെ പരാജയപ്പെടുത്തി. കുറച്ചുകാലം ഹസീന ലണ്ടനിൽ കഴിഞ്ഞു. 2008 തിരിച്ചു വന്ന് തൻ്റെ ബദ്ധവൈരിയായ മുഹമ്മദ് ഹുസൈൻ ഇർഷാദുമായി സഖ്യമുണ്ടാക്കുകയാണ് ചെയ്തത്. 2009 നടന്ന തെരഞ്ഞെടുപ്പിൽ അവാമി ലീഗ് ജാതീയ പാർട്ടി സഖ്യം ഭൂരിപക്ഷം നേടുകയും ഹസീന വീണ്ടും പ്രധാനമന്ത്രിയാവുകയും ചെയ്തു. ഇത്തവണ പ്രധാനമന്ത്രിയായപ്പോൾ ഒരൊറ്റ അജണ്ട മാത്രമേ ഹസീനയുടെ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. ജമാഅത്തെ ഇസ്ലാമിയുടെ കഥ തീർക്കണം. ആഴത്തിൽ ജനകീയ അടിത്തറയുള്ള ജമാഅത്തിനെ ഉന്മൂലനം ചെയ്യാനുള്ള തിരക്കഥ നേരത്തെ തയ്യാറാക്കിയിരുന്നു. നുണക്കഥകൾ പടച്ചുവിടുകയായിരുന്നു അതിൻ്റെ ഒന്നാമത്തെ പടി. ആ നുണക്കഥകളാണ് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരും മുഖ്യധാര മീഡിയയും ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നത്. പ്രൊപ്പഗണ്ടയിലൂടെ അന്തരീക്ഷം ഏതാണ്ട് പാകപ്പെട്ടു എന്ന് കണ്ടപ്പോൾ 1971 യുദ്ധ കുറ്റകൃത്യങ്ങളുടെ എല്ലാം പാപഭാരം ഹസീന ജമാഅത്തെ ഇസ്ലാമിയുടെ തലയിൽ കെട്ടിവെച്ചു. മുജീബുർ റഹ്മാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ യുദ്ധ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണം നടന്നതാണ്. ഒടുവിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടത് 2748 പേർക്കെതിരെയാണ്. അവരിൽ ഒരാൾ പോലും ജമാഅത്തുകാരനായിരുന്നില്ല. എന്നിട്ടും പ്രതിപക്ഷ നേതൃനിരയെ ഉന്മൂലനം ചെയ്യാനായി വാർ ക്രൈം ട്രൈബ്യൂണൽ പൊടിതട്ടിയെടുക്കുകയായിരുന്നു അവർ. അവാമി ലീഗുകാരല്ലാത്ത മറ്റാരും ആ ട്രൈബ്യൂണലിൽ ഉണ്ടായിരുന്നില്ല. ഇൻ്റർനാഷണൽ ബാർ അസോസിയേഷൻ, അമേരിക്കൻ സൊസൈറ്റി ഓഫ് ഇൻ്റർനാഷണൽ ലോ, ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ ട്രാൻസിഷണൽ ജസ്റ്റിസ്, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്, ആംനസ്റ്റി ഇൻ്റർനാഷണൽ തുടങ്ങി നിരവധി മനുഷ്യാവകാശ കൂട്ടായ്മകൾ ഈ ട്രൈബ്യൂണലിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തു. പക്ഷേ ഹസീന ആരുടെ വാക്കും ചെവിക്കൊള്ളാതെ തൻ്റെ ദുഷ്ടലാക്കുമായി മുന്നോട്ടു പോയി. ജമാഅത്തെ ഇസ്ലാമി അമീർ മുത്തിഉർ റഹ്മാൻ നിസാമി, സെക്രട്ടറി അലിയ ഹസൻ മുജാഹിദ്, അസിസ്റ്റൻ്റ് സെക്രട്ടറി ഖമറുസമാൻ, മുതിർന്ന നേതാവ് അബ്ദുൽ ഖാദിർ മുല്ല എന്നിവരെ ഈ സ്വേച്ഛാധിപത്യ ഭരണകൂടം വിചാരണ പ്രഹസനം നടത്തി തൂക്കിലേറ്റി. ബംഗ്ലാ ജമാഅത്തിൻ്റെ മുൻ അമീർ പ്രൊഫസർ ഗുലാം അസമും അസിസ്റ്റൻ്റ് അമീർ ദിലാവർ ഹുസൈൻ സഈദിയും ജയിലിൽ മതിയായ ചികിത്സ കിട്ടാതെ രക്തസാക്ഷികളാവുകയായിരുന്നു.
പരാക്രമം ജമാഅത്തിനോട് മാത്രമായിരുന്നില്ല. പാകിസ്ഥാൻ ദേശീയ അസംബ്ലിയുടെ മുൻ സ്പീക്കർ ഫദൽ ഖാദർ ചൗധരിയുടെ മകനും ബംഗ്ലാ നാഷണലിസ്റ്റ് പാർട്ടി BNPയുടെ മുതിർന്ന നേതാവും മന്ത്രിയുമായിരുന്ന സലാഹുദ്ദീൻ ചൗധരിയെയും മുസ്ലിം ലീഗ് നേതാവ് ഫുർഖാൻ മാലിക്കിനെയും ഹസീന ഭരണകൂടം തൂക്കിലേറ്റിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് ഖാലിദ സിയ ദീർഘകാലമായി വീട്ടുതടങ്കലിലായിരുന്നു. കൊല്ലപ്പെട്ടവരുടെ കണക്കേ പുറം ലോകം അറിയുന്നുള്ളൂ. കാണാതായവരുടെ എണ്ണം അതിനേക്കാൾ കൂടുതലാണ്. രാഷ്ട്രീയ എതിരാളികളെ തട്ടിക്കൊണ്ടുപോകാനായി മാത്രം നിയോഗിക്കപ്പെടുന്ന ക്രിമിനൽ സംഘങ്ങളുണ്ട്. 2009 ഹസീനയെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുത്ത ജനം 15 വർഷം കഴിഞ്ഞ് 2024 എന്തുകൊണ്ടവരെ ഓടിച്ചു എന്ന് ഇനിയും തിരിഞ്ഞിട്ടില്ലാത്തവർ അനസ് ചൗധരി അൽ ജസീറ നെറ്റിൽ എഴുതിയ ലേഖനം വായിച്ചാൽ മതി. കാരണങ്ങൾ അതിൽ എണ്ണിപ്പറഞ്ഞിരിക്കുന്നു. അതിങ്ങനെ സംഗ്രഹിക്കാം. 1. 1971 യുദ്ധക്കുറ്റങ്ങൾ പുനർവിചാരണ ചെയ്യുമെന്നത് ഹസീനയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. അതിനുവേണ്ടി ഒരു ട്രൈബ്യൂണലും ഉണ്ടാക്കി. ഈ ട്രൈബ്യൂണൽ കുറേ പേരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. കുറേ പേരെ ജീവപര്യന്തം തടവിനും ശിക്ഷിച്ചു. പക്ഷേ വിചാരണയോ വിധിപ്രസ്താവമോ ഒട്ടും സുതാര്യമായിരുന്നില്ല. BNPയുടെയും ജമാഅത്തിൻ്റെയും നേതാക്കളെയാണ് അത് ലക്ഷ്യമിട്ടത്. അതിനെതിരെ വലിയ തെരുവ് പ്രക്ഷോഭങ്ങൾ ഉണ്ടായെങ്കിലും ഹസീന അതെല്ലാം അടിച്ചമർത്തി. വെടിവെപ്പിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. 2. 1971 സംഭവങ്ങളുടെ പേരിൽ കേസുകൾ കെട്ടിച്ചമച്ചു എന്ന് മാത്രമല്ല, ആ വിമോചന സമരത്തെ തൻ്റെ രാഷ്ട്രീയ മൂലധനമായും ഹസീന കണ്ടു. തന്നെ അനുകൂലിക്കുന്നവർ വിമോചന സമരത്തെ പിന്തുണയ്ക്കുന്നവരും തന്നെ എതിർക്കുന്നവർ വിമോചന സമരത്തെ ഒറ്റുകൊടുത്തവരും പാകിസ്ഥാൻ്റെ ഏജൻറ്റുമാരുമാണെന്ന നെരേറ്റീവ് ഉണ്ടാക്കിയെടുത്തു. എതിർക്കുന്നവരുടെ പൗരത്വം റദ്ദു ചെയ്യുമെന്ന് വരെ ഭീഷണിയുണ്ടായി. 3. ബംഗ്ലാദേശ് പ്രതിപക്ഷത്തെ, പ്രത്യേകിച്ച് അവയിലെ ഇസ്ലാമിസ്റ്റ് കക്ഷികളെ ഏറെ പ്രകോപിപ്പിച്ചത് CEDAW പോലുള്ള ഐക്യരാഷ്ട്രസഭാ പദ്ധതികളുടെ മറവിൽ നവലൈംഗികതാവാദങ്ങൾ ഒളിച്ചു കടത്താൻ ശ്രമിച്ചതാണ്. ഏറ്റവും ഒടുവിൽ സ്വവർഗ ലൈംഗികതയും മറ്റും സ്കൂൾ പാഠപുസ്തകങ്ങളിൽ വരെ ഇടം പിടിച്ചു. മതസംഘടനകൾക്ക് ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുമായിരുന്നില്ല. 4. ഹിന്ദുത്വ ശക്തികൾ ഹസീന ഭരണത്തിൽ പ്രാമുഖ്യം നേടുന്നത് പൊതുസമൂഹം സംശയത്തോടെയാണ് നോക്കിക്കണ്ടത്. ബംഗ്ലാദേശ് ഭരണകൂടങ്ങൾക്ക് ഇന്ത്യയുമായി അടുത്ത ബന്ധമുണ്ടാകാറുണ്ടെങ്കിലും ഇത്തരമൊരു പ്രവണത ആദ്യമായാണ്. ഇന്ത്യയിലെ സംഘപരിവാറിൻ്റെ ആശയധാരയിലുള്ളവരെ പല ഉയർന്ന തസ്തികകളിലും ഹസീന നിയമിച്ചു. നാട്ടിലെ ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങളാണെങ്കിലും ഹിന്ദുത്വ ശൈലിയിൽ അവിടെ ഇസ്ലാമിക ചരിത്രത്തിനും സംസ്കാരത്തിനുമെതിരെ കടന്നാക്രമണങ്ങൾ ഉണ്ടാകാൻ കാരണം ഈ ഉദ്യോഗസ്ഥരാണ്. ഇന്ത്യയിലെ ഹിന്ദുത്വ ശക്തികളെ സുഖിപ്പിക്കുന്ന ഭരണമാണ് ഹസീനയുടേതെന്ന വ്യാപകമായ വിമർശനം ഉയർന്നു. യഥാർത്ഥത്തിൽ ബംഗ്ലാദേശ് ഭരിക്കുന്നത് ഹിന്ദുത്വ ശക്തികളാണെന്നും വൈകാതെ ഈ നാട് ഇന്ത്യയിൽ ലയിക്കാൻ പോവുകയാണെന്നുമുള്ള ചില ബംഗ്ലാ ഹിന്ദുത്വ നേതാക്കളുടെ ടെലിഫോൺ സംഭാഷണങ്ങൾ പുറത്തായതോടെ അത് എരിതീയിൽ എണ്ണയൊഴിക്കുന്നത് പോലെയായി. 5. ഇസ്ലാം വിരുദ്ധത ഹസീന ഭരണകൂടത്തിൻ്റെ പൊതു സ്വഭാവം തന്നെയായിരുന്നു. ഇസ്ലാമിക സംസ്കാരത്തിനും അധ്യാപനങ്ങൾക്കും ചിഹ്നങ്ങൾക്കുമെതിരെ പലതരത്തിലുള്ള കടന്നാക്രമണങ്ങളുണ്ടായി. ഇസ്ലാമിനെക്കുറിച്ച പല പുസ്തകങ്ങളും പാഠ്യപദ്ധതിയിൽ നിന്ന് ഒഴിവാക്കി. ദീനീ പ്രബോധന പ്രവർത്തനങ്ങൾക്കും പലതരം പ്രതിബന്ധങ്ങൾ സൃഷ്ടിച്ചു. തനിക്കും തൻ്റെ പാർട്ടിക്കും അനഭിമതരായ ഇസ്ലാമിക പണ്ഡിതന്മാരെയും പ്രബോധകരെയും ജയിലിലടച്ചു. ഇന്ത്യയിൽ സംഘപരിവാർ ചെയ്യുന്നത് പോലെ ഇസ്ലാമിക മതപാഠശാലകളെ ഭീകരതയുടെ വളർത്തു കേന്ദ്രങ്ങളായി ചിത്രീകരിച്ചു. 6. പ്രതിപക്ഷ നേതാക്കളെ കൂട്ടത്തോടെ ജയിലിലടച്ചു. പല പ്രതിപക്ഷ പാർട്ടികളിലും കൂട്ടായ്മകളിലും നേതൃസ്ഥാനം വഹിക്കുന്ന 500ഓളം പേരെ കാണാതായിട്ടുണ്ട്. ഫേസ്ബുക്കിൽ കുറിപ്പിട്ടതിൻ്റെ പേരിൽ പോലും അറസ്റ്റിലായ അധ്യാപകരും വിദ്യാർത്ഥികളും നിരവധി. 7. അഴിമതി അതിൻ്റെ പാരമ്യത്തിലായിരുന്നു. സകല സർക്കാർ ഓഫീസുകളും അഴിമതിയുടെ കേദാരങ്ങൾ. ഉദ്യോഗസ്ഥർ ബഹുഭൂരിപക്ഷവും ഹസീനയുടെ സ്വന്തക്കാർ. പൊതുമരാമത്ത് പണികളുടെ ടെൻഡർ ലഭിക്കുക അവാമി ലീഗുകാർക്കായിരിക്കും. അങ്ങനെ അവരൊക്കെ ശതകോടീശ്വരന്മാരായി. കുറേ പണം വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തി. രാജ്യത്തിൻ്റെ സമ്പദ്ഘടന തകർച്ചയുടെ വക്കിലായിരുന്നു. 8. ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിന് കുറേ പോഷക സംഘടനകളുണ്ട്. ഛാത്ര ലീഗ് വിദ്യാർത്ഥികളുടെ സംഘടന, ജൂബോ ലീഗ് യുവജന സംഘടന, ജാതീയ ശ്രമിക് ലീഗ് ട്രേഡ് യൂണിയൻ, ഇങ്ങനെ ഉള്ളവ. ഇവയ്ക്കൊന്നും രാജ്യത്തെ ഒരു നിയമവും ബാധകമായിരുന്നില്ല. ഇവയ്ക്ക് പ്രതിയോഗികളെ എന്തും ചെയ്യാം, ആരും ചോദിക്കാൻ വരില്ല. ഇവയൊക്കെ ഭരണകൂടത്തെ ഒരു മാഫിയ സംഘമാക്കി. 9. മുഴുവൻ ഭരണസ്ഥാപനങ്ങളെയും ഹസീന തൻ്റെ കൈപ്പിടിയിലൊതുക്കി. തൻ്റെ ഇഷ്ടക്കാർ മാത്രമാണ് ജുഡീഷ്യറിയിൽ ഉണ്ടായിരുന്നത്. അവാമി ലീഗിൻ്റെ താൽപ്പര്യങ്ങൾക്കനുസരിച്ചാണ് ഇവരുടെ വിധികൾ വന്നുകൊണ്ടിരുന്നത്. 10.
അഴിമതിയും സ്വജനപക്ഷപാതവും കെടുകാര്യസ്ഥതയും സകല മേഖലകളെയും ഗ്രസിച്ചതോടെ അവശ്യസാധനങ്ങളുടെ വില കുതിച്ചുയർന്നു. ചിലതിൻ്റേത് 2 ഇരട്ടിയോളമായി. ബംഗ്ലാ കറൻസിയുടെ മൂല്യമിടിഞ്ഞു. സാധാരണക്കാരന് ജീവിതം ദുസ്സഹമായി. 11. ഈ മൂല്യച്യുതിയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് മാത്രം ശുദ്ധമാവുക സാധ്യമല്ലല്ലോ. സമയാസമയങ്ങളിൽ തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിക്കും. അതിനു മുമ്പ് സകല പ്രതിപക്ഷ നേതാക്കളെയും ജയിലിലടച്ചിരിക്കും. അല്ലെങ്കിൽ അവർ മത്സരിക്കാതിരിക്കാൻ നിയമ തടസ്സങ്ങൾ ഉണ്ടാക്കും. പോലീസിനെ ഇറക്കി പ്രതിപക്ഷത്തിൻ്റെ പ്രചാരണ പരിപാടികൾ തടയും. കഴിഞ്ഞ 15 വർഷമായി സ്വതന്ത്രമായി വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് ബംഗ്ലാ ജനതയിൽ നിന്ന് കവർന്നെടുക്കപ്പെട്ടത്. ഇതൊക്കെയാണ് ജനം ഹസീനയെ ഓടിക്കാനുള്ള കാരണങ്ങൾ. ലോകം മുഴുക്കെ ഇതാണ് ചർച്ച. എന്നിട്ടും നമ്മുടെ നാട്ടിൽ ചിലർക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. അവാമി ലീഗിൻ്റെ നുണ ഫാക്ടറികൾ പടച്ചുവിടുന്നത് അവർ ഇപ്പോഴും ഛർദ്ദിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ത്യയുമായി നല്ല ബന്ധമാണ് പുതുതായി രൂപം കൊള്ളുന്ന ഭരണ സംവിധാനവും ആഗ്രഹിക്കുന്നത്. പ്രൊഫസർ യൂനുസ് ആ നിലയ്ക്കുള്ള സൂചന നൽകി കഴിഞ്ഞു. ഫാഷിസത്തെ നിരാകരിക്കുന്നതും പുതിയ സാഹചര്യങ്ങളെ ഉൾക്കൊള്ളുന്നതുമായ ഒരു വിദേശ നയം അവർ ഇന്ത്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു.